ഹലോ പച്ചമാരെ എല്ലാവർക്കും ഏറ്റവും ഒരു മൂവി റിവ്യൂലേക്ക് സാർ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല മികച്ച ചിത്രങ്ങൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ മോശ ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാറ്. കാരണം മോശ ചിത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിത്രം റിവ്യൂ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ സമയം കളയേണ്ടെന്ന രീതിയിലാണ് നമ്മൾ അങ്ങനെ ചിത്രങ്ങൾ എത്തിക്കാറ്. പരമാവധി കൂടുതലും നല്ലതെന്ന് തോന്നിയിട്ടുള്ള ബെറ്ററായ ചിത്രങ്ങളൊക്കെ ഞാൻ എത്തിക്കാൻ ശ്രമിക്കാറ്. ഇനിയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുള്ളൂ. പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ചിത്രം കണ്ടപ്പോൾ എനിക്കെന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നത്. വേറൊരു കന്നഡ മൂവിയാണ്. ഞാൻ മലയാളം വേർഷനാണ് കണ്ടത്. സോണി ലൈവ് നിന്നാണ് കണ്ടത്. സോണി ലൈവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, അത് മലയാളം കൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി പല ഭാഷകളും ഒരേ സമയം റിലീസ് ചെയ്യുന്ന നല്ലൊരു OTT പ്ലാറ്റ്ഫോമാണ് സോണി ലൈവ് എന്നുള്ള ഒരു OTT പ്ലാറ്റ്ഫോം. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂഡ് പേര് ടോബി എന്നാണ് മൂവിയുടെ പേര്. രാജ്ബിക് ഷെട്ടിയാണ് ഇതിൽ പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ളത്. ബേസിൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഇതിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സംയുക്ത ഹേമന്താണ് ഇതിലെ നായിക കഥാപാത്രമായി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേറെ താരങ്ങളൊക്കെയാണ്. ടോബിയെക്കുറിച്ച് നമുക്കറിയാം. രാജ്ബിക് ഷെട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗരുഡ വാമന എന്ന് പറഞ്ഞ ചിത്രമൊക്കെ സമ്മാനിച്ചുള്ള വ്യക്തിയാണ്. അവരുടെ ടീമിൻ്റെ കാന്താര എന്നുള്ള ചിത്രങ്ങൾ പല ചിത്രങ്ങൾ നമ്മൾ വേർഷനെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടീമിൻ്റെ ഒരു ഷെട്ടി ഗ്യാങ് എന്ന് പറഞ്ഞ പോലെ തന്നെ, ഷെട്ടി പ്രദേശ് എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനൊരു രാജ്ബിക് ഷെട്ടിയുടെ ഒരു ടോബി എന്ന് പറഞ്ഞ ചിത്രം കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ തോന്നി. ടോബിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫാമിലി, ഒരു ഡ്രാമ, ഒരു ആക്ഷൻ പാക്കേജ് അടങ്ങിയിട്ടുള്ള നല്ലൊരു മൂവി തന്നെയാണ്. കാരണം ഒരു ഇമോഷണൽ ഡ്രാമയാണ് കൂടുതൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പടം വളരെ സ്ലോ ബേസ് തന്നെയാണ്. സ്ലോ ബേസ് എന്ന് പറയുമ്പോൾ അവാർഡ് പടം പോലെ നാടകമായിട്ടുള്ള രംഗങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഒരു കന്നഡ പടം നമ്മളെങ്ങനെയാണ് കാണുക അതേപോലെ തന്നെ അതേ വേർഷനിൽ തന്നെ അവർ മുന്നോട്ട് ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് BGM വിഷ്വൽസോടൊക്കെ കൊണ്ട് സമ്പന്നമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ടോബിയെ കുറിച്ച് പറയുമ്പോൾ ടോബി എന്ന് പറയുന്ന ഒരു അനാഥനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ടോബിയുടെ ചെറുപ്പക്കാലത്ത് നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ടോബിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടോബിയെ കാണാമെന്ന് പറഞ്ഞിട്ട് ടോബിയുടെ മകൾ വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു പോലീസുകാർ അന്വേഷിച്ച് ഇറങ്ങുന്നു. ടോബിയെ കുറിച്ച് എന്താണ് ടോബിയുടെ കഥ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേഷനിൽ നിന്ന് പരത്തുമ്പോൾ ഇത് ഏത് അവൻ്റെ കേസ് ചോദിക്കേണ്ടത്, ഈ ഷെൽഫ് മൊത്തം അവൻ്റെ കേസ് എന്ന് അങ്ങനെ ബിൽഡപ്പാണ് ടോബിക്ക് കൊടുക്കുന്നു. അങ്ങനെ ടോബി ജനിച്ചു വന്ന ടോബി അനാഥലത്തിൽ ഇപ്പോൾ ടോബിയെ കുറിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ ടോബി എങ്ങനെയാണ് ടോബിക്ക് ആ പേര് എന്നുള്ള കാര്യം സംസാരിക്കുന്നു. ടോബി സംസാരിക്കില്ല. അടുത്തൊരു പോലീസുകാരൻ്റെ ഒരു ദുർഗമത്തി പോലെ തന്നെ അവൻ്റെ സംസാരിച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭാഗം കാണിക്കുന്നില്ല, പറയുന്നുണ്ട്. അങ്ങനെ പള്ളിയിലെ അച്ഛനാണ് ടോബി എന്നുള്ള പേര് നമ്മുടെ നായകന് ആ പേര് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ കാസ്റ്റിംഗ് ഒക്കെ എല്ലാം തന്നെ ഓക്കെ ലെവലായിരുന്നു. അതേപോലെ സ്കെൽറ്റായ മനുഷ്യൻ. പിന്നീട് ടോബിയെക്കുറിച്ച് അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ ഘട്ടത്തിൽ ടോബി നമ്മുടെ പള്ളിയിലെ അച്ഛനാണെങ്കിൽ എടുത്ത് വളർത്തി അവൻ്റെ ഫാദറെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ നിന്ന് തൊട്ട് ടോബിയുടെ കഥ മാറാണ്. ടോബിയുടെ ലൈഫിലേക്ക് ഒരു ചെറിയ കുട്ടി കടന്നു വരുന്നു. പിന്നെ ഒരു പെണ്ണ് കടന്നു വരുന്നു. പിന്നീട് ടോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ചിന്തയില്ലാത്തൊരു പച്ചയായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ സാധിക്കും. കാരണം ഒരു എന്താ പറയുക, എന്തൊക്കെയോ ഒരു കുറവുള്ളൊരു വ്യക്തിയായിട്ടാണ് ടോബിയിൽ അവതരിപ്പിച്ചുള്ള കഥാപാത്രമായിട്ട് സംസാരശേഷി കുറവ്, അതേപോലെ തന്നെ ചിന്തിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയുടെ പോലെ തന്നെയാണ്. പക്ഷെ പടത്തിൻ്റെ ക്ലൈമാക്സിലെല്ലാം തീർച്ചയായിട്ടും ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഈ ചിത്രം കാണുമ്പോൾ യാതൊരു ട്രെയിലർ പണ്ടങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പാട്ടുകളൊന്നും തന്നെ കേട്ടിരുന്നില്ല. ഇതിൻ്റെ മലയാളം വേർഷൻ പാട്ടുകൾ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം എന്തുകൊണ്ടും നമ്മുടെ സോങ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് സന്ദർഭത്തിനനുസരിച്ചുള്ള പാട്ടുകൾ തന്നെയാണ്. ഏകദേശം 2-3 പാട്ടുകളുള്ളൂ. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ BGM ഒരു രക്ഷ നല്ല കിടുവാക്കിയിട്ട് തന്നെ വർക്കൗട്ട് ആവാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഏതൊരു കഥാപാത്രം അല്ലെങ്കിൽ ടോബി എന്ന് പറയുന്ന കഥാപാത്രം ബിൽഡപ്പ് കൊടുക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ പടത്തിൻ്റെ ഇമോഷൻ സീൻസിനടക്കം ഒരു പല BGM സ്കോർ അവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വർക്കൗട്ട് ആവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് റിവ്യൂ ചെയ്യാൻ തോന്നി. കാരണം ഈ പടം കണ്ടിറങ്ങി ആയാലും അല്ലെങ്കിൽ OTT ആണെങ്കിലും നമ്മൾ കണ്ട് തീർക്കുന്ന സമയത്ത് ഇതിൻ്റെ സോങ്സ് ആണെങ്കിലും ഇതിൻ്റെ BGM ഒക്കെ നമ്മുടെ മനസ്സിൽ ഈ കഥാപാത്രങ്ങളെല്ലാം തേടിക്കൊണ്ടിരിക്കും. അത്രയേറെ പോസിറ്റീവ് പ്രണയം കൂടെ തന്നെയാണ് ഓരോ വ്യക്തികളും പ്രണയം കാഴ്ചവെച്ചത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ രാജ്ബിക് ഷെട്ടിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരു രക്ഷയില്ലാത്തൊരു കഥാപാത്രങ്ങളാണ് അവർ കന്നഡയിൽ നിന്ന് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇതിൽ നിന്ന് ഒട്ടും തന്നെ മോശമാക്കിയില്ല. ഇപ്പോൾ നായക കഥാപാത്രമായിട്ടുള്ള വ്യക്തി, അതുപോലെ തന്നെ ടോബിയുടെ കൂടെ ചെറുപ്പത്തിലൊരു മകളായി അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്. അതെല്ലാം തന്നെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. വില്ലനായിട്ട് ഈ കാര്യമായിട്ട് വലിയ ബിൽഡപ്പോ കാര്യമൊന്നും തോന്നിയില്ല. ഒരു ഓക്കെ ലെവലിലുള്ള കഥാപാത്രമായിട്ടാണ് തോന്നി. പക്ഷേ ടോബി എന്ന കഥാപാത്രം, രാജ്ബിക് ഷെട്ടി എന്ന് പറയുമ്പോൾ ആ വ്യക്തി ശരിക്കും എന്താ പറയുക, ഞെട്ടിച്ച് കളഞ്ഞു തന്നെ. കാരണം സംസാരശേഷി ഇല്ല, അതേപോലെ തന്നെ അതിന് ഡയലോഗില്ല. ഫുള്ള് മുഖത്തുള്ള എക്സ്പ്രഷൻസാണ് ഫുള്ള് ആൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കാണുന്ന പാഷൻ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞാൽ നല്ലൊരു ഇമോഷൻസ് ബോണ്ട് ഉണ്ട്. കാരണം ഒരു പ്രണയത്തേക്കാൾ ഉപരി ഒരു അച്ഛനും മകൾ
ഇന്നുള്ള ഒരു സീൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സഹോദരൻ സഹോദരി എന്ന് പറഞ്ഞ സീൻസ്, സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ആ കഥാപാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ടോബി എന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടും ഒരു ദൈവ കഥാപാത്രമാണ്. പിന്നീട് എന്തുകൊണ്ട് ആ ദൈവം ഒരു ചെകുത്താൻ ആ പേര് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിത്രം കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു ആടിൻ്റെ പര്യായമായിട്ടാണ് സൂചിപ്പിച്ചത്. കാരണം ആട് നമുക്ക് അറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഒരു എന്താ പറയുക ഒരു മൃഗം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു കഥാപാത്രമായിട്ടല്ല കാണിച്ചില്ല. കാരണം ഇപ്പം ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ടോബി അതുകൊണ്ടാണ് ഭൂമിച്ചില്ലെങ്കിൽ പോലും പക്ഷെ നല്ലതായ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ചിത്രത്തിൽ ആടിനെ കാണിച്ചിട്ടുള്ളത്, അതിൻ്റെ അവസരം കരയുന്നത് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട് ക്ലൈമാക്സിൽ. ക്ലൈമാക്സ് സീൻസ് ഒരു രക്ഷയുമില്ല. ഡാറായിട്ടുള്ള ബീച്ചും ഇൻട്രോയും ആ ഫൈറ്റ് സീനും ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. അതിൽ ടോബിയുടെ ഒരു ഫൈറ്റ് സീനിൽ ഒരു തുടക്കത്തിൽ ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട് ഒരു റെയിനിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട്. അത് നല്ല ഫൈറ്റ് സീൻ തന്നെ കാഴ്ച പോലെ ഇമോഷൻസ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ, പാട്ട്, ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ട് ക്ലൈമാക്സ് കുറച്ച് ഇമോഷൻസ് ആയിട്ടുള്ള ബോണ്ടിങ് ഉണ്ട്. ആ കുട്ടിയെ എടുത്തുകൊണ്ടൊരു ഭാവിയിൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മനസ്സിൽ നിന്ന് ആ കുട്ടിയുടെ മുഖം കരച്ചിലും മാറുന്നില്ല. ഇതുപോലെ ടോബിയുടെ ആ സീനും തീർച്ചയായിട്ടും നിങ്ങൾ സോണി ലൈവിലൊക്കെ ചിത്രം ലഭ്യമാണ്, അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ എന്തെങ്കിലും കണ്ടു നോക്കുക. ടോബിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.